സ്വർണം കക്കടാ, സ്വർണം കക്കടാ. സ്വർണം കക്കത്തില്ല. എടാ നീ സ്വർണം കക്കുന്നു ഞങ്ങളുടെ PC പറഞ്ഞല്ലോ. സാറേ ഞാൻ പറഞ്ഞു മോഷ്ടിച്ചു, ഒരു പുള്ളേരെ മോഷ്ടിച്ചു, നമ്മുടെ സ്വർണ്ണം ഇതുവരെ കക്കിയിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞത് സ്വർണം നീ കക്കുന്നുള്ളൂ. അവൻ ആരടാ? എടാ നീ എന്റെ പെണ്ണുമ്പിളക്ക് വേണ്ടിട്ട് ഒരു നെക്ലസ് കക്കടാ. എന്നാ തൊണ്ട തടയണ്ടോ? കക്കടാ, കക്ക ഒരു നെക്ലസ്, ഒരു 2 വളയും കൂടി കക്കടാ. പറ്റൂല സാറേ, പറ്റില്ല നിനക്ക്. സാറേ ഇങ്ങനെ ഇടിക്കല്ലേ. പിന്നെ ഇങ്ങനെ ഇടിച്ചാൽ സ്വർണം മാത്രമല്ല, പിന്നെ ഒരു ജൂവലറി പോലും ഞാൻ വേണേ കക്കി വെക്കും. സാറേ ഗ്രാമത്തിലൊരു ജീവി ഇറങ്ങിയെന്ന്. ഗ്രാമത്തിൽ ജീവി ഇറങ്ങി? 10 പശു, 26 കോഴി, 15 ആട്, ഇതിലൊക്കെ ഇതിലും തിന്നോ? പോരാത്തിന് 3 മനുഷ്യന്മാരെ തിന്നു അറിവ്. ഭീകരജീവിയാണോ? ഭീകരജീവി. ഓഹോ. സ്ഥല MLA പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത് തരാമോ? ഇല്ല. സാറിനെ കൊണ്ട് ആ ജീവനെ പിടിപ്പിക്കുന്നു. എന്നെ കൊണ്ട് ആ ഭീകരജീവിനെ പിടിപ്പിക്കുന്നു. ഈ MLA ഒക്കെ എന്താ പറ്റിയെന്ന് അറിയാമോ? ഇയാൾ ഈ പത്രസമ്മേളനം എന്നെ കുറിച്ച് പറയുന്നതിനാ? സാറിനോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടോ? വൈരാഗ്യമുണ്ടോ? നീ എന്താ ഇവിടെ വായും പിടിച്ചിരിക്കണ? പോയി സെല്ലി കിടക്കടാ. സെല്ലി പോയി കിടക്കടാ. സെല്ലി കിടക്കാൻ പറഞ്ഞാ പോരെ. പിന്നെ ഇവിടെ വന്നതിന് ഇവിടെ വന്നല്ലേ പറഞ്ഞല്ലേ? പോലീസ് സ്റ്റേഷൻ മാതിരി എന്ത് തന്നോട് ആ ശ്രീകൃഷ്ണ വിലാസിൽ ലോഡ്ജിൽ റൈഡ് ചെയ്യാൻ പറഞ്ഞു? റേഡിയോ സാർ. റൈഡ് ആയിട്ട് എല്ലാവരും പിടിച്ചോ? പിന്നെ എല്ലാ ലീലകളെയും കൊണ്ട് ഞാൻ അവിടെ പുറത്ത് നിർത്തിയേക്കല്ലേ. കൊണ്ടുപോവാ. എന്താണ് നിന്റെ പേര്? പവിത്ര. പേര് പവിത്ര, സ്വഭാവം വെറും തറ. എടി നീ ഉണ്ടായപ്പോഴാണ് നിന്റെ നാടിന്റെ പവിത്രത പോലെ അറിയാമോ? പഠിക്കണ എവിടെയാടി? ബാംഗ്ലൂർ നഴ്സിംഗിനെ പഠിക്കുന്നത്. ഞാൻ ബാംഗ്ലൂർ നഴ്സിംഗിന് പഠിക്കണേ. എടോ ഞാൻ ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വേറെ എവിടെ എങ്ങല്ല സാറേ, ഇതിനകത്താ. അത് കൊള്ളാം. എന്നെ തൊട്ടാലേ മോളിനങ്ങ് വിളി വരും. മോളിന്ന് വിളി വരും. ഒരു പണി, ഇവിടെ ആ ഇരുമ്പ് സെല്ലിലിട്. അതെന്താ സാറേ ഇരുമ്പ് സെല്ലിലിടുന്നത്? എവിടെയാണല്ലോ പീഡകന്മാരും ബലാത്സംഗ കേസിലെ പ്രതികളൊക്കെ കിടക്കുന്നത്. ഓക്കെ, ഇവിടെ അവിടെ കൊണ്ടിട്ടാ മതി. കടന്നു പോടി പിത്തക്കാടി. ഇങ്ങോട്ട് പോടി പിത്തക്കാടി. എന്തായാലും കണ്ടിരിക്കുന്നതോ ഇല്ല സാർ, എടി കേറി വാടി. ഇങ്ങനെ വിളിക്കണോ? കൈ ധരിച്ചിട്ട് പാടില്ല. മഞ്ഞ സാരി, ചമ്മല ബ്ലൗസ്. എന്താണ് ഇതിന്റെ പേര്? വിചിത്ര ജീവി. വിചിത്ര? ഇവളാ വിചിത്ര ജീവി. ഇവളാ തോന്നുന്ന പശുവിനെ ആടിനെയൊക്കെ തിന്നില്ലേ? അത് ഇവളാണ് തോന്നുന്നു. സാറൊന്ന് ചോദിച്ചു നോക്കി. സത്യം പറ, നീയാണോ പശുവിനെ ആടിനെയൊക്കെ തിന്നത്? അയ്യോ അല്ല സാറേ, എന്റെ പേര് വിചിത്ര എന്നാ. ഇനിഷ്യലാ ജീവി. ഓ ഇനിഷ്യലാണ് ജീവി. സത്യം പറയണേ, മറ്റവളെ പോലെ നീയും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയോ? അതെന്നാ സാറേ? അറിയില്ലേ? ഇല്ല. എടോ സിനിമ നീ പ്രൊജക്ടർ കണ്ടിട്ടുണ്ടോ? പ്രൊജക്ടർ എന്താ സാറേ അത്? അറിയില്ല? ഇല്ല. ഷൂട്ടിങ് അതെന്താ സാറേ? അറിയില്ല? ഇല്ല. മമ്മൂട്ടി, ഇങ്ങനെ മമ്മൂട്ടി. ആരാ സാറേ? ആരാന്നോ? എടി നീ സിനിമ കൊട്ടക കണ്ടിട്ടുണ്ടോ? കൊട്ടക? ഇല്ല. സിനിമ തിയേറ്റർ. ഓ സിനിമ, അതൊന്നും ഞാൻ കാണത്തില്ല സാറേ. വീട്ടുകാര് പറയാ അതൊക്കെ കണ്ടാ ചീത്തയായി പോകുന്നു. നീ എന്നാ ചീത്തയാവാനാണ്? ഒരു പണി, ഇവിടെ എത്രയും പെട്ടെന്ന് ഇരുട്ട് റൂമിലിട്. അതാണ് സാറേ ഇരുട്ട് റൂമിലിടുന്നത്? അവിടെയാണല്ലോ പോക്കറ്റ് അടിക്കാരും മയക്കുമരുന്നുകാരൊക്കെ കിടക്കുന്നത്. അവിടെ ഇട്ടാ മതി. തീർന്നോ? ഇല്ല സാറേ, ശരിയാക്കിയിട്ട കാര്യമുള്ളൂ. പേടിപ്പിച്ച് കളഞ്ഞല്ലോ സാറ്. ഇവളെ എവിടെയാ കൊണ്ടുവിടേണ്ടത്? ഇവളെ ഒരു പണി ചെയ്യും, ഈ സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ ചെല്ലുമ്പോ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഇട്ടാ മതി. അത് സാറിന്റെ കെട്ടിടല്ലേ? എന്റെ ഫ്ലാറ്റ്, അവിടെ ഇട്ടാ മതി. വൈകുന്നേരം ഞാൻ ചോദ്യം ചെയ്തോളാം. നമുക്ക് രണ്ടുപേരും കൂടി ചോദ്യം ചെയ്യാം. കേറി പോടിയാണ്. മോളേന്ന് വിളി. മോളെ പോ. സാറേ എന്താടാ? എനിക്കൊരു കാര്യം അറിയണം. പറയടാ. ഇനി എന്നാ ദീപാവലി? ദീപാവലി കഴിഞ്ഞില്ലേ? എന്തിയടാ? അല്ല, ലോകകപ്പിൽ കുറെ പടക്കം ഇരിക്കുന്നു. സാറേ ചതിച്ചു സാറേ. തല MLA വരുന്നുണ്ടെന്ന്. എന്താ സാറേ സുഗതനാണ്? ഓക്കെ, ആ ഭീകരജീവിയുടെ കേസൊക്കെ ഓക്കെ. ഈ സ്റ്റേഷൻ എന്റെ പരിധിയിലല്ലേ, ഞാൻ നോക്കിക്കോളാം. എത്രയും പെട്ടെന്ന് അതിൽ പിടിക്കാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കിക്കോളാം. താനാണോ ഈ സ്റ്റേഷനിലെ SI? അതെ. താൻ എന്തുട്ട് SI ആണോ? അല്ല സാറേ, ഞാൻ പിന്നെ എടോ താൻ ആ ഭീകരജീവിനെ പിടിച്ചോ? ഇല്ല സാറേ. ആ ഭീകരജീവി എത്ര ആടുകളെ മാടുകളെ മനുഷ്യരൊക്കെ തിന്നൊടുക്കിന്ന് അറിയാവോ? എടോ അതിനൊക്കെ പെട്ടെന്ന് പിടിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കുക. തനിക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ CID നെ CBI നെ പട്ടാളത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെക്കാളും മുമ്പേ താൻ ആ ഭീകരജീവിനെ പിടിച്ചില്ലെങ്കിലുണ്ടല്ലോ വിത്തിൻ സെക്കൻഡ് തന്റെ തൊപ്പിയാൻ തെറിപ്പിക്കും. അതിന് നമുക്കൊരു പണി ചെയ്താലോ സാറേ? കേരളത്തിലെ എല്ലാ ലോഡ്ജുകളും റെയ്ഡ് ചെയ്ത് ഒരു 10-60 കേസ് പിടിച്ചാലോ? ഒരു റൈഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേക്കണം. റൈഡ് ഉണ്ടാക്കാനാണോ താൻ സ്റ്റേഷൻ ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കുന്നത്? ഇവിടെ പോയി
എത്ര പെട്ടെന്ന് ഭീകരജീവിനെ പിടിക്കണോ? ഇനി 10 മിനിറ്റ് ഞാൻ സമയം തരാം. അതിനുള്ളിൽ ഭീകരജീവിയെ പിടിച്ചില്ലെങ്കിലുണ്ടല്ലോ തന്റെ പണി ഞാൻ തെറിപ്പിക്കും. സാർ ഒരു പണി ചെയ്തോ, ഒരു 10 മിനിറ്റ് സാറോട് വെയിറ്റ് ചെയ്തോ. അതിനു മുമ്പ് ഞങ്ങൾ ആ ഭീകരജീവിയെ പിടിച്ചോണ്ട് വന്നിരിക്കും. അല്ലേടോ? ഓക്കെ. ഹലോ, സുഗതനാണ് സാറേ. 10 മിനിറ്റിനുള്ളിൽ പിടിക്കാൻ എസ് ഐ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അയ്യോ, അണ്ണാച്ചി സുഖു. നിനക്ക് എന്ത് ഇവിടെ കേസ്? എടാ ഞാൻ പീഡനം. നിന്റെ പഴയ സ്വഭാവം എനിക്കറിയാം. അല്ലെന്ന്, അതിനേക്കാളും വലിയ കേസാ. ഞാനല്ലേ ഇപ്പൊ സ്ഥലം MLA. എടാ പഠിക്കണ സമയത്ത് നീ അല്ലായിരുന്നു ഏറ്റവും പുറവില്. എടാ അതുകൊണ്ടല്ലേടാ ഞാനിപ്പോ MLA ആയത്. നിന്നെ നീ താൻ എന്തുവാണ് കാണിക്കണത്? പാവപ്പെട്ട ഭീകരജീവി, ഒരു പാവപ്പെട്ട കൊരങ്ങല്ലടോ അത്. സാറേ സത്യം പറയിപ്പിക്കണം. താൻ എന്തേ കാണിക്കണത്? സാറേ ഭീകരജീവി എടോ 100 ആടുമാടുകളെയും മനുഷ്യരെയും പശുക്കളെയൊക്കെ കൊന്നു തന്ന ഒരു വെല്ലിക്കാട്ട ഭീകരജീവിയാ, അല്ലാതെ ഈ കുഞ്ഞു കൊരങ്ങല്ല. എന്റെ പൊന്നു സാറേ, ആടുകളെ പശുക്കളെ ഇതൊക്കെ തിന്നത് ഭീകരജീവിയാന്ന് എനിക്കറിയാം, സാറിനും അറിയാം. പക്ഷെ ഒരു 5 മിനിറ്റ് സമയം തരികയാണെങ്കിൽ അത് മൊത്തം ചെയ്തത് ഇവനാണ് ഞാൻ പറയിപ്പിക്കാം. സത്യം പറയടാ, നീ അല്ലടാ ബിൻ ലാദൻ. അതാണ് സാറേ കേരള പോലീസ്.